അതുകൊണ്ട് താൽക്കാലികമായ ഒരു കാര്യലാഭത്തിനും നീ മതത്തിന്റെ നിയമങ്ങളെ മറക്കാൻ പാടില്ല, മതത്തിന്റെ നിയമങ്ങളെ ബലി കഴിക്കാൻ പാടില്ല. ഇവിടെ ഗവൺമെന്റ് നിയമം പാസാക്കിയത് കൊണ്ടോ വേറെ ആരെങ്കിലും സംവരണം പറഞ്ഞതുകൊണ്ടോ അതിനെ ന്യായീകരിക്കാൻ ആള് വന്നതുകൊണ്ടോ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നൊരാളും ചിന്തിക്കണ്ട. ഇവിടെ 50% സംവരണം ഉണ്ട്. കുറെ താത്താമാരും ഇത്താമാരും പെങ്ങന്മാരും ഒക്കെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. അതിവിടെ നടക്കുന്ന ഒരു റിയാലിറ്റിയാണ്, രാഷ്ട്രീയ സ്വഭാവമാണ്. പക്ഷേ അതുകൊണ്ട് സ്ത്രീകളെ അധികാരമേൽപ്പിക്കുന്ന സമൂഹത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ പുണ്യ ഹബീബിന്റെ വാചകം മാറ്റിവെക്കാൻ എനിക്ക് പറ്റൂല. സ്ത്രീകളുടെ കൈകാര്യ മേഖലകളെ കുറിച്ച് നിർണയിച്ചു തന്ന മുത്തു ഹബീബിന്റെ നിയമത്തെ മാറ്റിവെക്കാൻ എനിക്ക് പറ്റൂല. കാര്യങ്ങളുടെ താല്പര്യങ്ങളുടെയും മറ്റ് അവകാശങ്ങളുടെയൊക്കെ പേരിൽ നടക്കുന്നുണ്ടാവാം. എന്നതുകൊണ്ട് എന്റെ എല്ലാമായ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയവും നിയമങ്ങളും അത് കുറവുള്ളതാണെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ ഇന്ന് ഈ വിഷയം നിങ്ങളോട് സംബോധന ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഇതാണ്. ലോകത്തിന്റെ ഘടനകളും നിയമങ്ങളും എല്ലാം മാറി മാറി വരുമ്പോഴും നീ മതത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നീ വിഷയങ്ങളെ വിലയിരുത്തണേ മോനെ. താൽക്കാലിക ലാഭത്തിന് വേണ്ടി നീ മതത്തെ മാറ്റിവെക്കല്ലേ. കാരണം ഇവിടെ കാണുന്ന ഒരു മഹാരസമുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിൽ അധികാരമെന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വ ബോധമുള്ള വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല, ഖലീഫയായി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല, പക്ഷേ ഭരണാധികാരിയായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല, പക്ഷേ ഭരണാധികാരിയായി. അലിയുൽ മുർത്തദ തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല, മറിച്ച് ഭരണാധികാരിയായി. കാരണമെന്തേ? അവരാരും അധികാരത്തെ കൊതിച്ചവരല്ല. അധികാരം ഒരു ഉത്തരവാദിത്വമാണെന്ന നിലക്ക് പേടിച്ചവരാണ്. കണ്ടില്ലേ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ്? 5ാം ഖലീഫയാണ്. മഹാനവറുകളുടെ മുമ്പുള്ള ഭരണാധികാരി അബ്ദുൽ മലിക് ഇബ്നു മർവാനാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്നവരുടെ വിയോഗാനന്തരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരോട് ജനങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരിയാവണേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എനിക്ക് ആ അധികാരം വേണ്ട, ഞാൻ ഭരണാധികാരിയാവുന്നില്ല, എനിക്ക് പേടിയാണ്, അള്ളാന്റെ അടുക്ക കണക്ക് പറയേണ്ടതാണ്, എനിക്ക് ബേജാറാണ്, ഞാൻ വരുന്നില്ല. അപ്പ ജനങ്ങള് പറയുകയാണ്, നിങ്ങളല്ലാത്ത ഒരു ഭരണാധികാരി ഞങ്ങൾക്ക് വേണ്ട. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരാണ്? ഉമ്മമാര് പെങ്ങന്മാരറിയണം, ഒരു സാധാരണക്കാരിയായ പെണ്ണല്ല. ഫാത്തിമ എന്ന മഹദിയാണ്, ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക്. ആ മഹദിയായ ഫാത്തിമ ബീവി ആരാണ്? ബിൻതുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹാ ഉഖ്തുൽ ഖലൈഫി വൽ ഖലീഫത്തു സൗജുഹാ. വാപ്പയും ഭരണാധികാരിയാണ്, വലിയുപ്പയും ഭരണാധികാരിയാണ്, 4 സഹോദരന്മാരും ഭരണാധികാരികളാണ്, ഭർത്താവും ഭരണാധികാരിയാണ്. ഇതുപോലെ ഒരു സ്ത്രീയെ ലോക ചരിത്രത്തിലില്ലെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ എഴുതുകയാണ്. ആ മഹദി അവറുകൾ അതാ ഒരു ദിവസം വരുന്നു, ഭർത്താവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. ദഖൽതു അലാ ഉമറ യൗമൻ, ഒരു ദിവസം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാകുന്ന എന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വന്നു. വഹുവ ജാലിസുൻ ഫീ മുസല്ലാ, അവിടുന്ന് മുസല്ലയിൽ ഇരിക്കുകയാണ്. വാദിഅൻ ഖദ്ദഹു അലാ യദിഹി, അതാ തലയും കയ്യിൽ ചാരിയിട്ട് കരയുകയാണ്. വദുമൂഉഹു തസീൽ, കണ്ണുനീര് അടർന്ന് വീഴുകയാണ്.
ഭരണാധികാരിയായ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇരിക്കുകയാണ്. മുസല്ലയിൽ ഇരുന്നുകൊണ്ട് തല കയ്യിൽ ചാരിയിട്ട് കരയുകയാണ്. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു മഹാനവറുകളോട്, മാ ബാലുക വഫീമ ബുകാഉക, എന്തേ പ്രശ്നം, എന്തേ കരയുന്നത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, വൈഹക്കി യാ ഫാത്തിമ, ഓ ഫാത്തിമ, കഷ്ടം തന്നെ. ഇന്നി ഖദ് വല്ലൈതു മിൻ അംരി ഹാദിഹിൽ ഉമ്മത്തി മാ വല്ലൈതു ഫഫക്കർതു ഫിൽ ഫഖീരിൽ ജാഇഇ വൽ മരീദിൽ ളാഇഇ വൽ ആരിൽ മജ്ഹൂദി വൽ യതീമിൽ മക്സൂരി വൽ മദ്ലൂമിൽ മഖ്ഹൂരി വൽ ഗരീബി വൽ അസീരി വശൈഖിൽ കബീരി വൽ അർമിലത്തിൽ വഹീദത്തി വൽ ഇയാലിൽ കസീരി വൽ റിസ്ഖിൽ ഖലീൽ. അല്ലയോ ഭവതി, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയാണ്, ദരിദ്രരായ ജനങ്ങൾ, പാവപ്പെട്ടവരായ ജനങ്ങൾ, വേദന അനുഭവിക്കുന്ന രോഗികൾ, വീടില്ലാത്ത ആളുകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, വന്യത അനുഭവിക്കുന്ന വിധവകൾ, അതുപോലെ അംഗങ്ങളേറെയുണ്ട്, വരുമാനം കുറവുള്ള കുടുംബങ്ങൾ, ഇതെല്ലാത്തിനെ കുറിച്ചും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ടോ ഇതെല്ലാം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഫഅലിംതു അന്ന റബ്ബീ സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ. ഞാൻ പേടിക്കുകയാണ്. എന്തേ ഞാൻ പേടിക്കണത്? അല്ലാഹു ഇവരെ കുറിച്ചല്ല എന്നോട് ചോദിക്കും. അല്ലാഹു ചോദിക്കും എന്നോട്, നിങ്ങളുടെ ഭരണപ്രവിശ്യയിൽ ഒരു രോഗി ഉണ്ടായില്ലേ, ഒരു വിധവ ഉണ്ടായില്ലേ, വീടില്ലാത്തവരുണ്ടായില്ലേ, പലതും ഉണ്ടായില്ലേ, അവകാശങ്ങൾ ലഭിക്കേണ്ട ഏറെ ആളുകൾ ഉണ്ടായില്ലേ, ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള ചോദ്യത്തെക്കുറിച്ച് ഞാൻ ബേജാറാവാണ്. പിന്നൊരു കാര്യം കൂടിയുണ്ട്, ഫഅലിംതു അന്ന റബ്ബി സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ വഅന്ന ഖസ്മി ദൂനഹും യൗമഇദിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അവരുടെ പക്ഷത്ത് നിന്ന് വാദിക്കാൻ പരലോകത്ത് വന്നിട്ട് പാവപ്പെട്ട ഭരണീയർക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പക്ഷത്ത് എൻ്റെ പ്രതിഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉണ്ടാവും. തങ്ങൾ ചേർന്ന് അള്ളാഹിന്റെ കോടതിയിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ഇതാലോചിച്ചിട്ട് ഞാൻ കരയാണ്. ഫഖശീതു, അപ്പൊ ഞാൻ പേടിച്ചു പോയി ഫാത്തിമ. ഫലിദാലിക അബ്കി, ഇതിനാണ് ഞാൻ കരയുന്നത്. എന്റെ വാർഡിനെ കുറിച്ച് എന്നോട് ചോദിക്കും, അതാണ് അധികാരം, ഇതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് രാജ്യത്തിന്റെ ഖലീഫ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ, എന്റെ ഉമ്മപെങ്ങന്മാര്, ജ്യേഷ്ഠാനുജന്മാരെല്ലാവരും അറിയണം, ഇവിടെ ലഭിക്കുന്ന ഏതധികാരവും അല്ലാഹുവിങ്കൽ ചോദിക്കപ്പെടുന്നതാണ്. തൽക്കാലം താല്പര്യമുള്ളവരെ പ്രീണിപ്പെടുത്തിയിട്ട് താല്പര്യമില്ലാത്തവരെ അവഗണിക്കാം. പക്ഷേ യൗമ യഖൂമുൽ ഹിസാബ്, കണക്കെടുക്കുന്ന ഒരു നാള് വരുന്നതാണ്. എല്ലാ ഭരണാധികാരിയും മരിക്കുന്നതാണ്, അവരോടെല്ലാം വിചാരണയുള്ളതാണ്. നീതിമാനല്ലാത്ത ഭരണാധികാരി ശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ അറിയണേ, അതുകൊണ്ട് അധികാര മേഖലകൾ ലഭിക്കുന്നവർ, അത് പള്ളിയുടേതാകട്ടെ, പഞ്ചായത്തിൻ്റെതാകട്ടെ, മഹല്ലിൻ്റെതാകട്ടെ, വാർഡിൻ്റെതാകട്ടെ, ഏതിലായാലും അല്ലാഹ് എന്റെ ഭരണീയരെ കുറിച്ച് എന്നോട് ചോദിക്കുമെന്ന ബോധം വേണം കേട്ടോ.